പണി മുടക്കാനും പണി മുടക്കാതിരിക്കാനും അവകാശമുണ്ട്. ഒരു തർക്കവുമില്ല. ബലപ്രയോഗത്തിലൂടെ ആരെയും നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, ഒരിക്കലും ശ്രമിക്കുന്നില്ല. അതിന് പകരമായി തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം. തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ താഴെത്തട്ടിൽ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതാണ്. നമസ്കാരം. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാനത്തൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ, തൊഴിലാളികൾക്കെതിരെയുള്ള നയങ്ങൾ അവസാനിപ്പിക്കുക, ലേബർ കോഡുകൾ അത് കൊണ്ടുവരുന്നത്, വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരം തുടങ്ങിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ സമരം പലയിടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലും ഒരാൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. 2-3 പേരുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു യാത്രാ സംവിധാനം ഉണ്ടായേക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും തന്നെ ഒരു എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ആശങ്കയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതേസമയത്ത് കടകളൊക്കെ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മെഡിക്കൽ സർവീസ് മാത്രമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് അവിടെ നിരവധി സർവീസുകൾ നടക്കുന്നുണ്ട്. അതായത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടേക്കുള്ള സർവീസുകൾ സേവാഭാരതിയുടെയും മറ്റ് ചില ഫ്രീ സർവീസുകളും ഒക്കെ നടന്നു വരികയാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും വാഹനങ്ങൾ പോകുന്നത് സമരക്കാർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ തന്നെ തമ്പാനൂരിൽ നിന്ന് ചില KSRTC ബസ്സുകൾ സർവീസ് നടത്താനുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സമരക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ നിർത്തലാക്കി എന്നുള്ളതാണ്. സമരക്കാർ കഴിഞ്ഞ ദിവസമാണ് സമരം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം KSRTC ഉദ്യോഗസ്ഥരോട് എല്ലാവരും തന്നെ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയത്. എന്നാൽ അവർ ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും ബസ് എടുക്കാനുള്ള ഒരു അനുമതി അത് സമരക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർവീസ് ഓടാതെ ഇവിടെ തൊഴിലാളികളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചും KSRTC ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചും സർവീസുകൾ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ട്രെയിനിൽ വരുന്ന ഒരു യാത്ര മാത്രമാണ് ഇപ്പോൾ പല യാത്രക്കാരെയും സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. ട്രെയിൻ മാത്രമായിട്ടൊരു ആശ്രയമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയത്ത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഗവർണറുടെ രാജ്ഭവനിലേക്ക് അടക്കം പ്രതിഷേധ മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് ഇവിടെ സമരക്കാർ ഓരോ നടപടികൾ കൈക്കൊള്ളുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സമരത്തിന്റെ ഭാഗമായിട്ട് പ്രതിഷേധമായിട്ട് നിരവധി വാഹനങ്ങളെ തിരിച്ചയക്കുന്ന സംവിധാനം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. വേണ്ടിയുള്ള തീവ്രമായ സമരങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ പിന്തുണ കൊടുക്കും. അവിചാരിതമായ 1-2 ആളുകൾ ഇതിനെ പൊളിക്കാൻ തുടങ്ങി, അതൊക്കെ മാനസികമായ വിഭ്രാന്തി കൊണ്ടുണ്ടാകുന്നതാണ്. അവർക്ക് ഈ നാടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. പണി മുടക്കാനും പണി മുടക്കാതിരിക്കാനും അവകാശമുണ്ട്. ഒരു തർക്കവുമില്ല. ബലപ്രയോഗത്തിലൂടെ ആരെയും നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, ഒരിക്കലും ശ്രമിക്കുന്നില്ല. അതിന് പകരമായി തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം. തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ താഴെത്തട്ടിൽ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് താഴെത്തട്ടിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി പോലെ, ഭക്ഷ്യസുരക്ഷാ പദ്ധതി പോലെ, സൗജന്യ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നതുപോലെ കേരളത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളെ ശാക്തീകരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. അതിനുവേണ്ടി കൂടിയുള്ള, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്.